ഹലോ എവരി വൺ, വെൽക്കം ടു ചാനൽ ഈജിപ്റ്റ് ട്രാവലർ. അപ്പോൾ ഞാൻ ഇന്നുള്ളത് ഷാർജ മെഹ്ത്ത മ്യൂസിയം എന്ന ഇതിൻ്റെ പേര്. ഇത് ഷാർജയിലുള്ള ഫസ്റ്റ് എയർപോർട്ടാണ്. 1932 ഈ എയർപോർട്ട് ബിൽഡ് ചെയ്തിട്ടുള്ളത്. നമ്മളെ ബ്രിട്ടീഷുകാർ ഇന്ത്യയിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു എയർപോർട്ടാണിത് സംഭവം. അപ്പോൾ ഇതിപ്പോൾ ഒരു മ്യൂസിയം ആയിട്ടാണ് ഇവർ ഇവിടെ വന്നിട്ടുള്ളത്. ഇത് അൽ മെഹ്ത്ത മ്യൂസിയം. ഏകദേശം 2000 മുതൽ ഇവർ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് UAE ഗവൺമെൻറ് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് തുറന്നു കൊടുത്ത ഒരു മ്യൂസിയമാണിത്. അപ്പോൾ ആ മ്യൂസിയത്തിനെ പറ്റിയിട്ടുള്ള ഇൻഫർമേഷൻ ഇവിടെ ഇങ്ങനെ ഉണ്ട്. ഫ്രം റൺവേ ടു ഹൈവേ എന്നാണ് ഇതിന് പറഞ്ഞിട്ടുള്ളത്. കാരണം ഇപ്പോൾ റൺവേ എല്ലാം മാറ്റിയിട്ട് ഇപ്പോൾ ഇത് ഹൈവേ ആക്കിയിട്ട് മാറ്റിയിട്ടുണ്ട്. ഈ റോഡും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാം, ചുറ്റും ബിൽഡിങ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ ഇത് മുമ്പ് ബ്രിട്ടീഷുകാർ എയർപോർട്ടായിട്ട് യൂസ് ചെയ്തൊരു സ്ഥലമാണ്. പിന്നെ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഇത് ബിൽഡ് ചെയ്ത ഡേറ്റും കാര്യങ്ങളൊക്കെ 1932-33 കാലഘട്ടത്തിലാണ് ഇത് ബിൽഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ മാപ്പ് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇവിടെയാണ് കൺട്രോൾ ടവർ വരുന്നത്. പിന്നെ ഒറിജിനൽ കൺട്രോൾ ടവർ ഇവിടെ. പിന്നെ വരുന്നത് ഇതിൻ്റെ നമ്പർ 3 എന്ന് പറയുന്ന സംഭവം ഇവിടുത്തെ പാസഞ്ചർ അക്കോമഡേഷനും പിന്നെ ഓഫീസും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടാവും ഈ സ്ഥലത്ത്. പിന്നെ നമ്പർ 4 എന്ന് പറയുന്നത് ഈ VIPs ഒക്കെ വരുന്ന സമയത്ത് ഇവർക്ക് റെസ്റ്റ് ഏരിയ ഉണ്ട്. വീടും ഒരു ചെറിയൊരു ഹോട്ടൽ അക്കോമഡേഷൻ പോലെ ഇവിടെ സംഭവമുണ്ട്, അവിടെയുണ്ട്. പിന്നെ ഉള്ളത് നമ്പർ 5 ഇതൊരു മ്യൂസിയം ഗാലറിയാണ്. ഈ ഏരിയയിൽ മ്യൂസിയം ഗാലറിയാണ്. പിന്നെ നമ്പർ 6 എന്ന് പറയുന്നത് ഒരു കോർട്ട്യാർഡ് ഉണ്ട് ഇവിടെ, ഒരു മൈതാനം പോലത്തെ ഒരു സ്ഥലം ഇവിടെ ഇങ്ങനത്തെ ഉണ്ട് ഈ എയർപോർട്ടിൻ്റെ ഭാഗമായിട്ട്. പിന്നെ നമ്പർ 7 ആണ് ഈ എയർക്രാഫ്റ്റ് ഹാങ്ങർ. ഇപ്പോൾ എയർക്രാഫ്റ്റിന് ഫ്യൂവലിങ് അതുപോലെ തന്നെ മറ്റ് കാര്യങ്ങൾ ചെക്കിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു ഏരിയയാണിത്. പിന്നെ നമ്പർ 8 അതിവിടെ മയഞ്ഞു പോയിട്ടുണ്ട്. 8 എന്ന് പറയുന്നത് റൺവേ ആണ്. അപ്പോൾ അതാണ് അവിടുത്തെ എയർക്രാഫ്റ്റിൻ്റെ റൺവേ. ഇതാണ് ഫുൾ മാപ്പും കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ കറക്റ്റായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് ബ്രിട്ടീഷുകാർ ഇന്ത്യയിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു എയർപോർട്ടാണ് ഇതിന് ചെയ്തിട്ടുള്ളത്. മെയിനായിട്ട് ഫ്യൂവലിങ്ങിന് വേണ്ടിയിട്ടാണ്. 1947 കാലഘട്ടത്തിലേ നമ്മളെ ഇന്ത്യക്കാർ ഇവിടെ ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ യൂട്യൂബിൽ കണ്ടിട്ടുണ്ടായിരുന്നു. 1944-45 സമയത്തിലൊക്കെ നമ്മളുടെ ഇന്ത്യയിലുള്ള ആൾക്കാർ ഇവിടെ ജോലി ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ മ്യൂസിയത്തിൻ്റെ എൻട്രൻസ് ഇങ്ങനെയുള്ളത്. ഇപ്പോൾ ഇന്ന് വേൾഡ് മ്യൂസിയം ഡേ ആയതുകൊണ്ട് ഇപ്പോൾ ഫ്രീ ആണ് എൻട്രൻസ്. പൊതുവേ ഇതിന് എൻട്രൻസ് ഫീസ് പറയുന്നത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 10 ദിർഹംസേ ഉള്ളൂ ഇവിടത്തേക്ക് വരാൻ വേണ്ടിയിട്ട്. പിന്നെ 13 വയസ്സിന് മുകളിലുള്ള ആൾക്ക്, 13 വയസ്സിന് താഴെയുള്ള ആളാണെങ്കിൽ 5 ദിർഹംസേ ഉള്ളൂ. 2 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഫ്രീ ആണ്. 8 മണി തൊട്ടിട്ട് വൈകുന്നേരം 8 മണി വരെയാണ് ഇതിൻ്റെ ടൈമിങ്. ഫ്രൈഡേയ്സ് മാത്രം വൈകുന്നേരം 4 മണി തൊട്ടിട്ട് വൈകുന്നേരം 8 മണി വരെയുള്ള. പിന്നെ കുറച്ച് ദിവസം ഇതിവർ ഫ്രീ ആയിട്ടുള്ള ആക്സസ് അലോ ചെയ്യുന്നുണ്ട് ഈ പാർക്ക്. മെയിനായിട്ടുള്ള കുറച്ച് ഡേയ്സിന് ഇൻ്റർനാഷണൽ മ്യൂസിയം ഡേയിന് ഇവിടെ എപ്പോഴും ഫ്രീ ആയിരിക്കും ഇവിടുത്തെ എൻട്രൻസ്. അതുപോലെ തന്നെ ഷാർജയിലേക്ക് ഫസ്റ്റായിട്ട് എയർക്രാഫ്റ്റ് ലാൻഡ് ചെയ്ത ഡേറ്റ് 5 ഒക്ടോബറാണ്. അന്നത്തെ ദിവസവും ഇവിടെ ഫ്രീ ആണ്, എൻട്രി ഫ്രീ ആണ്. ആർക്കും ആണെങ്കിലും ഫ്രീ ആയിട്ട് വരാം. അതിൻ്റെ മാർട്ടിയേഴ്സ് ഡേയിനും ഇവിടെ 1 ഡിസംബറാണ്. പിന്നെ UAE നാഷണൽ ഡേക്കും ഇവിടെ വരുത്ത് ഫ്രീ ആണ്. റിയലി ഇപ്പോൾ നമ്മൾ മ്യൂസിയത്തിൽ കയറിയ മ്യൂസിയത്തിൽ ഫസ്റ്റ് ഇങ്ങനെ ഒരു സ്ക്രീനിങ് പോയിൻ്റ് ഉണ്ട്. പിന്നെ ഇവിടെ നിന്നിട്ട് നമ്മൾ ഗ്ലൗസ് മാൻഡേറ്ററി ആണെന്ന് പറയുന്നത്, മാസ്ക്. അതുപോലെ തന്നെ അൽ ഹുസ്ൻ ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ പറയുന്നുണ്ട്. സോഷ്യൽ ഡിസ്റ്റൻസിങ്. പിന്നെ ബോഡി ടെമ്പറേച്ചർ 38 ഡിഗ്രീൻ്റെ മുകളിലാണെങ്കിൽ നമ്മൾ ഉള്ളിലേക്ക് കടത്തി വിടില്ല. അപ്പോൾ അതും പറയുന്നുണ്ട്. ഇപ്പോൾ വലിയൊരു പാർക്കിംഗ് ഏരിയ ഉണ്ട്. ഇങ്ങനെ തന്നെ ഒരു വലിയൊരു ബിൽഡിംഗ് ആയി ഇവരത് ചെയ്തിട്ടുള്ളത്. ബൈ എയർപോർട്ട് കൊടുത്തിട്ടുണ്ട്. അഡൽറ്റിന് 10 ദിർഹംസ്, ചിൽഡ്രൻസിൻ്റെ ഫീ ആണിത്, ഫീ സ്ട്രക്ചർ. ടൂറിസ്റ്റ് ഗ്രൂപ്പിനാണെങ്കിൽ 7 ദിർഹംസ് ആണ് വരുന്നത്. ടൂറിസ്റ്റ് ഗ്രൂപ്പായിട്ട് വരുന്ന സമയത്ത് ചിൽഡ്രന് കുറേ പൈസയും കൊടുത്തിട്ടുണ്ട്. പിന്നെ മെഹ്ത്ത മ്യൂസിയത്തിൻ്റെ ഫുള്ളായിട്ടുള്ള ഒരു വലിയ മാപ്പ്, നമ്മൾ പുറത്ത് കണ്ടതുപോലെ തന്നെ വലിയൊരു മാപ്പ്. നമ്മൾ കയറിയ അവിടെ തന്നെ ഒരു ഗാർഡൻ പോലെ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് എയർക്രാഫ്റ്റ് ഹാങ്ങർ, ഫോട്ടോഗ്രാഫ്സ് ഗാലറി പറഞ്ഞിട്ടുള്ള സംഭവമാണുള്ളത്. ഇവിടെ ഒരു ചെറിയൊരു ഏരിയ ആണിത്. ഇവിടെ പ്രത്യേകിച്ചൊന്നുമില്ല, ഒരു പഴയ ഗാർഡൻ ഏരിയ ആണ്. അപ്പോൾ നമ്മൾ പോകുന്നത് എയർക്രാഫ്റ്റ് ഹാങ്ങറിലേക്ക് പോകാം. ഇങ്ങനെ എയർക്രാഫ്റ്റ് ഹാങ്ങർ റൈറ്റ് സൈഡിൽ,
പിന്നെ ലെഫ്റ്റ് സൈഡിൽ എക്സിബിഷൻസും കാര്യങ്ങളൊക്കെ. അപ്പോൾ എൻട്രൻസിൻ്റെ ഇവിടെ എൻട്രൻസിലേക്ക് പോകുന്നു. ഹാങ്ങറിലേക്ക് കയറാണ്. ഹാങ്ങറിൽ കയറിയാൽ ഒരു ചെറിയൊരു എയർക്രാഫ്റ്റ് ഉണ്ട് ഇവിടെ. ഗൾഫ് ഏവിയേഷൻ കോർപ്പറേറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എയർക്രാഫ്റ്റാണ്. എയർക്രാഫ്റ്റിൻ്റെ നമ്പർ GAKVW എന്ന് പറഞ്ഞിട്ടുള്ള സീരീസിൻ്റെ നമ്പറാണ് ഇവിടെ എഴുതി വെച്ചിട്ടുള്ളത്. ഇതിൻ്റെ എയർക്രാഫ്റ്റിൻ്റെ ടയറാണിത്. 1937 ഇംഗ്ലണ്ടിൽ നിന്നുള്ള എയർക്രാഫ്റ്റാണ് ഇവിടെ നമ്മൾ പറഞ്ഞു വരുന്നത്. 1937 ഇവിടെ വരുന്ന എയർക്രാഫ്റ്റിൻ്റെ ഒരു മോഡലാണിത്. കുഴപ്പമില്ലാത്ത വ്യൂ ഉള്ളത്. കുറേ എയർക്രാഫ്റ്റുകളുണ്ട്. 1 2 3 അത് 4 എയർക്രാഫ്റ്റാണ് അവിടെ ഉള്ളത്. ഇങ്ങനെ ഗൾഫ് ഏവിയേഷൻ്റെയാണ് എല്ലാ എയർക്രാഫ്റ്റും ഇവിടെ കാണിച്ചത്. ഇങ്ങനെ ഒരു സ്റ്റെപ്പ് വെച്ചിട്ടുണ്ട് എയർക്രാഫ്റ്റിൻ്റെ മോൾ ഭാഗം കാണാൻ വേണ്ടിയിട്ടാണ്. വ്യൂ കുറച്ചും കൂടി നന്നായിട്ട് കാണാൻ വേണ്ടിയിട്ട്. ഇങ്ങനെയുള്ളത്. പിന്നെ കുട്ടികൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഡമ്മി എയർക്രാഫ്റ്റ് ഉണ്ട് ഇവിടെ ഉണ്ട്. എന്തായാലും ചെറിയ കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കാം. ശരിക്ക് ഗൾഫ് എയറിൻ്റെയാണ് സീറ്റ്സൊക്കെ ടാഗ് ഇവിടെ ഉള്ളത്. ഇപ്പോൾ മെയിൻ എൻട്രി ഡോറ് കവർ ക്ലോസ് ചെയ്തിട്ടുള്ളത് പഴയ സ്റ്റൈലല്ലേ. ഇനി ഇതാ എമർജൻസി എക്സിറ്റാണിത്. ഇത് നോർമൽ എൻട്രി ഡോറ്. ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ എമർജൻസി എക്സിറ്റിന് വേണ്ടിയിട്ടുള്ള ഡോറുണ്ട്. ചെറിയ ഡോറാണ്. ഓപ്പണിംഗ് മെത്തേഡൊക്കെ കാണുന്നില്ലേ. ഇതിങ്ങനെ താത്തിക്കാൻ എമർജൻസി ഓപ്പൺ ചെയ്യുന്ന രീതിയിൽ എക്സിറ്റ് സൈൻസ് ഒക്കെ ഉണ്ട്. ഇതിൻ്റെ മുകളിൽ കോള് നമ്മളെ പഴയ എയർക്രാഫ്റ്റിലുള്ള സംഭവം. ഇപ്പോൾ പാസഞ്ചറെ കോളും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാലുള്ള ടോയ്ലറ്റിൽ നിന്ന് എന്തെങ്കിലും കോൾ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ മെൻഷൻ ചെയ്യും. പിന്നെ ക്യാബിൽ നിന്നുള്ള കോള്, പിന്നെ ഗാലിയിൽ നിന്നുള്ള കോള്, പിന്നെ പൈലറ്റ് കോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇത് മെൻഷൻ ചെയ്യും. പിന്നെ ക്യാബിൻ റൂഫിൻ്റെ ലൈറ്റ് കാര്യങ്ങൾ ഓൺ ചെയ്യുന്ന ഓഫ് ചെയ്യുന്ന സംഭവങ്ങളാണിത്. പിന്നെ പഴയ ഇൻ്റർഫോൺ കണ്ടോ, ഇതിലൂടെയാണ് അവർ സംസാരിക്കുന്നത്, ക്യാപ്റ്റനായിട്ട് സംസാരിക്കുന്നത്. ക്യാബിൻ ക്രൂ ക്യാപ്റ്റനായിട്ട് സംസാരിക്കുന്ന സംഭവമാണിത്. ഫോൺ അടിപൊളിയാണല്ലോ. ചെറിയ വീണു പോവും. എന്തല്ലോ തൊട്ടത്ത് പണിയായല്ലോ. അവിടെ നിന്ന്. അപ്പോൾ അതാണ് ഫോണ്. അപ്പോൾ പണ്ടത്തെ കാലത്തുള്ള എയർക്രാഫ്റ്റിൻ്റെ ഉള്ള നിങ്ങളിപ്പം കാണുന്നത് ഈ ഇടതുവശത്ത് എപ്പം ക്യാപ്റ്റൻ ഇരിക്കുക, വലതുവശത്ത് ഫസ്റ്റ് ഓഫീസർ, പിന്നെ അവരുടെ എയർക്രാഫ്റ്റ് കൺട്രോൾ ലിവേഴ്സും കാര്യങ്ങളൊക്കെ കാണാം. എല്ലാം പുതിയ എയർക്രാഫ്റ്റ് ഉള്ളതുപോലെ തന്നെ. പക്ഷേ കുറേ സ്വിച്ചുകൾ ഒരുപാടുണ്ട് ഇതിൻ്റെ ഉള്ളിൽ. ഇവിടെയൊക്കെ നിറയെ സ്വിച്ചും കാര്യങ്ങളൊക്കെ ഉള്ളുമാണ്. പക്ഷെ നമ്മളെ എയർക്രാഫ്റ്റ് ഇല്ലാത്തൊരു സംഭവം ഇവിടെ ഇപ്പോൾ 2 സീറ്റ് ഉണ്ട് കേട്ടോ. കോ പൈലറ്റ്സിന് ഇരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ 1 2 കോ പൈലറ്റ്സ് അല്ലെങ്കിൽ VIPs കാര്യങ്ങൾക്ക് അവർക്കൊക്കെ ഇരിക്കാൻ പറ്റുന്ന രീതിയിൽ. പിന്നെ ഒരു അഡീഷണലി അവിടെ വേറൊരു സീറ്റും കൂടി ഉണ്ട്. ടോട്ടലി 5 സീറ്റ് ഉണ്ട് കേട്ടോ കോക്പിറ്റിനുള്ളിൽ. ഇതിന് ആദ്യമായിട്ട് 5 സീറ്റുള്ള ഒരു കോക്പിറ്റ് കാണുന്നത്. ഈ എയർക്രാഫ്റ്റിൻ്റെ ബോഡി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം 1946 ഡിസൈൻ ചെയ്ത ഒരു എയർക്രാഫ്റ്റാണിത്. ഏകദേശം 3 ക്രൂ 36 പാസഞ്ചർ സീറ്റ് അങ്ങനെയൊക്കെ വെച്ചിട്ടുള്ളതാണ്. ഇതിപ്പോൾ ഇതിൻ്റെ ഒരു ഷേപ്പ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ കോക്പിറ്റാണ് കാണുന്നത്. കോക്പിറ്റിൽ ഇടതുവശത്ത് ക്യാപ്റ്റൻ്റെ സീറ്റ്, വലതുവശത്ത് ഫസ്റ്റ് ഓഫീസർ സീറ്റ്. പിന്നെ ഇവിടെ ഈ മാപ്പും കാര്യങ്ങളൊക്കെ നോക്കുന്ന ആൾ ഇവിടെയുള്ളത്. ഇവിടെ നിന്നിട്ടാണ് പറഞ്ഞു കൊടുക്കാൻ. പിന്നെ ഇവിടെ കോ പൈലറ്റിന് വേറൊരു സീറ്റും ഉണ്ട്. പിന്നെ ഒരുപാട് സ്വിച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ബൈനോക്കുലർ പോലത്തെ സംഭവം ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ, ദൂരം കാണാൻ വേണ്ടിയിട്ടും എല്ലാം ഉള്ളത്. പിന്നെ മെറ്റൽ ബോഡിയാണിത്. ഇവിടെ ഇതിനെ പറ്റിയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ. ഇപ്പോൾ ഒരു എയർക്രാഫ്റ്റിൻ്റെ എൻജിനാണ് ഈ കാണുന്നത്. ഇതിൻ്റെ
ലീഫാണ്, ഈ റൗണ്ട് ആയിട്ടുള്ള ലീഫും കാര്യങ്ങളും. അതിൻ്റെ ബാക്കിൽ എത്ര ഏരിയാസ് ഉണ്ടെന്ന് നോക്കാം. എഞ്ചിൻ എന്ന് പറയുന്നത് വലിയൊരു സംഭവമാണ്. എയർക്രാഫ്റ്റിൻ്റെ 2 സൈഡിലുള്ള ചിറകിനുള്ളിൽ കാണുന്ന സംഭവമാണിത്. ഇങ്ങനെയാണ് ഇതിൻ്റെ ഉള്ളുണ്ടാവുക. ഇത് 1940 മുതൽ ഷാർജ ഇവിടെ എയർപോർട്ടിന് സർവീസ് കൊടുക്കുന്ന ട്രക്കാണ്. നമ്മളെ എയർക്രാഫ്റ്റിന് റിവേഴ്സ് ഗിയർ ഇല്ലാത്തതുകൊണ്ട് ഇത് വെച്ചിട്ടാണ് പുഷ് ചെയ്യാൻ, ബാക്കോട്ടേക്ക് എയർക്രാഫ്റ്റിന് പുഷ് ചെയ്യുന്ന ഒരു വണ്ടിയാണിത്. ഭയങ്കര പവർഫുൾ, നമ്മൾ വിചാരിക്കുന്ന പോലത്തെ അല്ല. ഇത് കെട്ടി വലിക്കുകയും ചെയ്യുക, അതുപോലെ തന്നെ ഇതിന് പുഷ് ചെയ്യുകയും ചെയ്യുക. ഇവിടെ ഇങ്ങനെ കണക്ട് ചെയ്തിട്ടാണ് എയർക്രാഫ്റ്റിനെ കെട്ടി വലിച്ചിട്ട് കൊണ്ടുപോകുന്നത്, അതുപോലെ തന്നെ പുഷ് ചെയ്യുകയും ചെയ്യുന്നത്. ഇവിടെ ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ സർവീസ് ഷാർജ എയർപോർട്ട് സിൻസ് 1940 മുതൽ സർവീസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. പിന്നെ ഷാർജ എയർപോർട്ടിൻ്റെ ഓപ്പറേഷൻ തുടങ്ങിയ ഡേറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. 1932 മുതൽ ഓപ്പറേഷൻ തുടങ്ങിയിട്ടെന്നുള്ള ആ വണ്ടിയുടെ പിക്ചർ കാര്യങ്ങളാണ്. ആ വണ്ടി തന്നെയാണ് ഇവിടെ ഉള്ളത്. ഇവിടെ ഈ വണ്ടിയുടെ സ്പീഡ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന ഒരു സ്പീഡോമീറ്റർ ഉണ്ട് ഫ്രണ്ടിൽ. പിന്നെ കൺട്രോൾ ചെയ്യുന്ന സ്റ്റിയറിംഗ് വീല് കാര്യങ്ങൾ എല്ലാ സംഭവമുണ്ട്. പിന്നെ എയർക്രാഫ്റ്റിൻ്റെ ചെറിയ എയർക്രാഫ്റ്റ് നിങ്ങൾക്ക് ഗൾഫ് ഏവിയേഷൻ്റെ എയർക്രാഫ്റ്റാണിത്. കണ്ടോ, ഇതൊക്കെ ഇവർ വളരെ കെയർഫുള്ളാക്കിയിട്ട് വെച്ചിട്ടുള്ളത്. കാരണം ഒരുപാട് പഴക്കമുള്ള എയർക്രാഫ്റ്റുകളാണ് ഇതൊക്കെ. ഇത് 2 ആൾക്ക് പറക്കാൻ പറ്റുന്നൊരു എയർക്രാഫ്റ്റായത്. പിന്നെ GAJRE എന്ന് പറഞ്ഞിട്ടുള്ളൊരു എയർക്രാഫ്റ്റാണ്. ഇതിൻ്റെ ഉള്ളിലേക്കുള്ള ഇത് കാണിച്ചു തരാം. 2 പേർക്ക് ഫ്രണ്ടിലിരിക്കുക, ഒരാൾക്ക് ബാക്കിലിരിക്കുക. എന്നിട്ട് 2 പേർക്കും കൺട്രോൾ ചെയ്യുന്ന രീതിയിലാണ് എയർക്രാഫ്റ്റിൻ്റെ ലിവറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ചെറിയ എയർക്രാഫ്റ്റ് ആണെങ്കിൽ 3 പേർക്ക് ഇരിക്കുക. ഇതാണ് ഈ എയർക്രാഫ്റ്റ്. ഇതും ഗൾഫ് ഏവിയേഷൻ്റെ എയർക്രാഫ്റ്റാണ് കേട്ടോ. സംഭവം കുട്ടികൾക്കൊക്കെ വന്നിട്ട് ഇവിടെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയൊരു സംഭവമാണിത്. ആ കാലഘട്ടത്തിലുള്ള ട്രെയിനിങ് പ്ലെയിനിൻ്റെ ബാക്ക് സൈഡിലുള്ള പാരലലായിട്ടുള്ള വിങ്സാണിത്. ഇവിടെ ഇങ്ങനെ കൊടുത്തിട്ടുള്ളത്, ഇങ്ങനെ ചുമരിൽ ഹാങ് ചെയ്തിട്ട് വെച്ചിട്ടുള്ളത്. ഇത് ഗൾഫ് ഏവിയേഷൻ്റെ ചെറിയ എയർക്രാഫ്റ്റ്. ഇതിൻ്റെ ലാൻഡിങ് ഗിയർ ടയർ കണ്ടോ, ചെറുതാണ് സംഭവം. ഏകദേശം എൻ്റെ മുട്ടുവരില്ല, അതിനെക്കാട്ടി ചെറുതായിട്ടാണ് സംഭവം. ഇതിന് ചെറിയൊരു ടയറായിട്ടാണുള്ളത്. പിന്നെ ഇതിൻ്റെ എഞ്ചിനും കാര്യങ്ങളൊക്കെ ഡബിൾ എഞ്ചിനാണ്. റൈറ്റ് സൈഡിൽ പ്രൊപ്പല്ലറും കാര്യങ്ങളൊക്കെ കാണാനൊക്കെ ഏവിയേഷൻ. ഇവിടെ കാണുന്ന എയർക്രാഫ്റ്റിലൊക്കെ ഒരു ബ്രിട്ടീഷ് കമ്പനികളുടെ എയർക്രാഫ്റ്റാണ്. പിന്നെ അതൊക്കെ ബ്രിട്ടീഷ് 1947 ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയ എയർക്രാഫ്റ്റും കാര്യങ്ങളാണ്. അതിവിടെ ഗൾഫ് ഏവിയേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഏവിയേഷൻ കമ്പനി 1952 മുതൽ ഇങ്ങനത്തെ എയർക്രാഫ്റ്റിനൊക്കെ ലീസ് ചെയ്തതാണ്. അതാണ് ഇതിൻ്റെ ഒക്കെ മുകളിൽ ഗൾഫ് ഏവിയേഷൻ കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ ടയറും കാര്യങ്ങളൊക്കെ ഭയങ്കര വലുതാണ് സംഭവം. കണ്ടാൽ തന്നെ ഇതിന് നമ്മൾ ഈ ടയർ കാണാറുണ്ടല്ലോ. ടയർ ടേക്ക് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ പോയി നിൽക്കുന്ന സ്ഥലമാണ് ഇവിടെ പോയിട്ടാണ് ഈ ടയർ പോയിട്ട് നിൽക്കുക. അവിടെ ലോക്കായിട്ട് നിൽക്കും. പിന്നെ ലാൻഡിങ്ങിൻ്റെ സമയത്താണ് ഈ ടയർ പിന്നെ ഇങ്ങനെ താണിറങ്ങി. ഇത് ഒരിക്കലും ഇങ്ങനത്തെ ഒരു സ്ഥലം നമ്മളെ പോലത്തെ ആളുകൾക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ കുട്ടികൾക്കൊക്കെ കാണിച്ചു കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നല്ലൊരു സ്ഥലമാണ് കേട്ടോ. ഇങ്ങനെ എയർക്രാഫ്റ്റും കാര്യങ്ങളും. ഇവിടുത്തെ സ്റ്റാഫ് നല്ല കോപ്പറേറ്റീവ് ആയതുകൊണ്ട് നല്ലോണം വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് തന്നെ വിടുന്നുണ്ട്. ചില ആളുകൾ ഇഷ്ടപ്പെടില്ല. ഉണ്ടോ, ലാൻഡിങ് ഗിയർ പോകുന്ന സ്ഥലമാണ് കാണിക്കുന്നത്. ആ ഒഴിവിലേക്കാണ് ആ ഗിയർ പോകാൻ, ആ ടയറങ്ങ് ഉള്ളിലേക്ക് പോയി പോകുന്നത്. പിന്നെ ഇപ്പോഴത്തെ ടയർ പോകുന്നതിൻ്റെ സ്ഥലം കണ്ടോ, ലെഫ്റ്റ് സൈഡിലേക്കായിട്ട് അതിൻ്റെ
ലെഫ്റ്റ് സൈഡിൽ ഇതിൻ്റെ റൈറ്റ് സൈഡിലൊക്കെ ആയിട്ട് ടയർ മുകളിൽ പോയിട്ട് നിൽക്കുന്ന ഏരിയയാണിത്. ഇത് കണ്ടാൽ തിരിയും. അതുകൊണ്ട് അവിടെ റോൾസ് പോലെ അതിൻ്റെ ഉള്ളിലാണ് ടയർ പോയി നിൽക്കുക. ഇപ്പോൾ 7 വർഷം എടുത്തിട്ടാണ് ഈ ഒരു എയർക്രാഫ്റ്റ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതിപ്പോൾ ചെറിയതാണ്, അതിൻ്റെ ഡമ്മി മോഡലാണ്. ഇതിൻ്റെ വലിയ എയർക്രാഫ്റ്റ് 1923 തുടങ്ങിയിട്ട് 30 അത് ഫിനിഷ് ആയത് എയർക്രാഫ്റ്റ് ഉണ്ടാക്കിയത്. അപ്പോൾ 31 അതിൻ്റെ ഫുള്ള് എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇമ്പീരിയൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പനിയാണ് ആ എയർക്രാഫ്റ്റ് എല്ലാം വാങ്ങിയത്, ഉണ്ടാക്കിച്ചത്. എന്നിട്ട് ഫസ്റ്റായിട്ടുള്ള അതിൻ്റെ ഫ്ലൈറ്റ് പോകാൻ വേണ്ടിയിട്ട് പാസഞ്ചർ ക്യൂ നിൽക്കുന്ന രംഗങ്ങളും കാര്യങ്ങളൊക്കെയാണ് കാണാൻ വേണ്ടിയിട്ട് കുറേ ആൾക്കാർ, പിന്നെ അതുപോലെ തന്നെ പാസഞ്ചേഴ്സും കാര്യങ്ങളൊക്കെ. പിന്നെ സ്റ്റാർട്ട് ഓഫ് ദ ഫസ്റ്റ് എയർ മെയിൽ സർവീസ് ടു ഓസ്ട്രേലിയയിലേക്ക് എയർ മെയിൽ നമ്മളെ കത്തും കാര്യങ്ങളും പാർസലൊക്കെ കൊണ്ടുവന്ന സംഭവമാണ്. ഇമ്പീരിയൽ എയർവേസ് എന്ന് പറയുന്നത് വളരെ പഴക്കമുള്ള കമ്പനിയാണ്. 1929 അവർ എയർലൈൻസിൻ്റെ ലോഗവും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ആ ഒരു സമയത്തുള്ള ക്യാബിൻ നോക്കിയാൽ ഭയങ്കര ലക്ഷറി ക്യാബിൻ, ഇന്നത്തെ പോലത്തെ എക്കോണമി ക്യാബിനൊന്നുമല്ല, ഒരു ഫസ്റ്റ് ക്ലാസ് സീറ്റ് പോലത്തെ സംഭവമാണ്. ഉണ്ടാവും അടിപൊളിയായിട്ട് ക്യാബിനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. എയർക്രാഫ്റ്റിൻ്റെ വേറൊരു ആംഗിളുള്ള പിക്ചറാണ്. അപ്പോൾ ഇതൊക്കെ ഒരു ഹിസ്റ്ററി, നല്ല കുട്ടികൾക്ക് ഇത് വന്ന് വായിക്കാനും പിന്നെ മനസ്സിലാക്കാനൊക്കെ പറ്റിയൊരു സംഭവം ഉണ്ടായത്. എന്തായാലും നിങ്ങളെ കുട്ടികളോട് എന്തായാലും കൊണ്ടുവരേണ്ട സ്ഥലം തന്നെയാണ്. എയർക്രാഫ്റ്റ് പറന്നുയരുന്ന ഒരു പിക്ചറായി ആ ഒരു സമയത്തെടുത്ത്. പണ്ട് ടവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന മെഷീനാണിത്. കോളുവന്ന ഇതിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. നിങ്ങളിവിടെ വന്നാൽ കാണേണ്ട ഒരു ഷോ ആണിത്. എയർക്രാഫ്റ്റിൽ പാസഞ്ചർ വന്ന് ഇറങ്ങുന്നതാണ്. ഇറങ്ങിക്കഴിഞ്ഞാൽ അവർ അവരുടെ റെസ്റ്റ് ഏരിയയിലേക്ക് പോകും പാസഞ്ചേഴ്സൊക്കെ. പിന്നെ ക്യാപ്റ്റനാണ് ഇത് കാണുന്നത്. ഈ ഫ്ലൈ ചെയ്ത ക്യാപ്റ്റനും അതിൻ്റെ ഫസ്റ്റ് ഓഫീസർ, പിന്നെ അതിൻ്റെ നേവിഗേറ്ററാണ് തൊട്ട് ബാക്കിലുള്ളത്. അപ്പോൾ ഇവിടുത്തെ എയർപോർട്ട് അതോറിറ്റി മീറ്റ് ചെയ്തിട്ട് അവർ ഡോക്യുമെൻ്റ് കൈകാര്യം ഹാൻഡ് ഓവർ ചെയ്തിട്ട് ഇവിടെ റെസ്റ്റ് ചെയ്യും. 24 hours റെസ്റ്റ് ഉണ്ടാവും, ഇവർക്ക് താമസമുണ്ട്. അപ്പോൾ മറ്റ് ഇന്ത്യക്കാരാണ് ഈ ഫ്ലൈറ്റിൻ്റെ എല്ലാ അറ്റകുറ്റപ്പണികളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടെ ചെക്ക് ചെയ്യലും ക്രോസ് ചെക്ക് ചെയ്യലും പിന്നെ അതിൻ്റെ മുകളിലൊക്കെ കയറി ഇഞ്ചിൻ്റെ ഉള്ളിലൊക്കെ കയറി പോകുന്നിപ്പോൾ. അവിടെ പോയിട്ട് അതിൻ്റെ എല്ലാ കാര്യങ്ങളൊന്നും ചെക്ക് ചെയ്ത് നോക്കും. നെക്സ്റ്റ് ഡേ മോർണിംഗിൽ ഫ്ലൈറ്റ് ടേക്ക് ഓഫിന് വേണ്ടി റെഡിയാണ്. പാസഞ്ചർ ഇംഗ്ലണ്ടുകാരാണ് ഇപ്പോൾ കയറി പോകുന്നത്. ഇവരൊക്കെ ഇന്ത്യയിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഫ്യൂലൊക്കെ ഇത് നിറച്ച് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇതാ കാർഗോ ഡോറാണ് അടക്കുന്നത്. കൈ കൊണ്ട് ഇങ്ങനെ മാനുവലായിട്ട് അടക്കലാണ്. പിന്നെ ക്യാപ്റ്റന് ഫ്ലൈറ്റെല്ലാം ചെക്ക് ചെയ്തിട്ട് ഉള്ളിലേക്ക് കയറാണ്. പുള്ളി കയറി കഴിഞ്ഞാൽ ഇങ്ങനത്തെ ക്ലിയറൻസ് കിട്ടിക്കഴിഞ്ഞാലാണ് ഇവർ അതിൻ്റെ ബ്രേക്കൊക്കെ മാറ്റുകയാണ്. അപ്പോൾ ക്ലിയറൻസ് കൊടുത്തു. അപ്പോൾ ക്യാപ്റ്റൻ അത് കൺഫേം ചെയ്തതിന് ശേഷം ഡിപ്പാർച്ചർ. ഇതാണ് ഒരു നോർമൽ ഡിപ്പാർച്ചർ ഉണ്ടാകുന്നത്. ഇതിനെ കുറച്ചും കൂടി അഡ്വാൻസ് രീതിയാണ് ഇപ്പം കറൻ്റ്ലി നടക്കുന്നതൊക്കെ. എയർക്രാഫ്റ്റിൻ്റെ മുകളിലുണ്ട് പേര് ഇമ്പീരിയൽ എയർലൈൻ എന്നാണ് പേര്. അപ്പോൾ 1940 കാലഘട്ടത്തിലുള്ള ഒരു എയർലൈൻ കമ്പനിയാണിത്, ഇമ്പീരിയൽ എയർലൈൻ. ആ കാലഘട്ടത്തിൽ ഈ ഷാർജയിലുള്ള മെയിൻ യൂസ് ചെയ്യുന്ന വാഹനമാണ് കുതിര അല്ലെങ്കിൽ ഒട്ടകം, കഴുത. ഇതിൻ്റെ പുറത്ത് കയറിയിട്ടാണ് യാത്ര ചെയ്യാറ് ആ സമയത്തുള്ള UAE ഉള്ള ആളുകൾ. ഫ്യൂവലിങ്ങിൻ്റെ സംഭവമാണ് ഇത് കാണിക്കുന്നത്. ഇതിന് കുറച്ച് ഫ്യൂൽ ഉണ്ടാവും. ഈ ഒരു പൈപ്പ് വെച്ചിട്ടാണ് ഇതേ രീതിയിൽ എയർക്രാഫ്റ്റിൻ്റെ വിങ്സിൻ്റെ താഴത്ത് കണക്ട് ചെയ്തിട്ട് ഫ്യൂവലിങ് നടക്കുന്നത്. പണ്ടത്തെ കാലത്തുള്ള എയർക്രാഫ്റ്റിൻ്റെ ടയറിൻ്റെ വലുപ്പം ഇത് ഏകദേശം 5 അടിയായിട്ടുണ്ട് ഈ ടയറിൻ്റെ ഹൈറ്റ്. ഇത്ര വലിയ ടയർ, അതിൻ്റെ കൂടെ ഒരു റൊട്ടേഷൻ ചെയ്യുന്ന ബ്രേക്ക്, ടയറിൻ്റെ കൂടെ തന്നെ ബ്രേക്കും ഘടിപ്പിച്ചിട്ടുള്ളത്. ഇത് വെച്ചിട്ടാണ് അവർ ബ്രേക്ക് ചെയ്യാൻ. ഇത് അത്ഭുതം, ഇത്ര വലിയ ടയറാണ് പണ്ട് യൂസ് ചെയ്തതെന്ന്
ഇത്ര ഉണ്ട്. ഇപ്പം യൂസ് ചെയ്യുന്ന ടയറിൻ്റെ വലിപ്പം ഇത് ഇത്ര ഉണ്ടാവും. അതൊക്കെ സമയത്തുള്ള ഭയങ്കര വ്യത്യാസം. ആ നടുക്കൊരു ബോൾ പോലത്തെ ഒരു സംഭവം കണ്ട, അതാണ് ഫയർ എക്സ്റ്റിങ്ക്വിഷർ. ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഇത്ര ടെമ്പറേച്ചർ, ഇത്ര ചൂട് ആയിക്കഴിഞ്ഞാൽ തീ പിടിക്കുക അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് അത് പൊട്ടിയിട്ട് ആ തീന കിടത്താൻ പറ്റുന്ന സംഭവമാണ്. പിന്നെ ഇവിടെ ഉള്ളതാണ് ഫയർ എക്സ്റ്റിങ്ക്വിഷർ. ആ വലുത് കാണില്ല, നീളത്തിലുള്ള 2 പിന്നെ ചെറുതും ഫയർ എക്സ്റ്റിങ്ക്വിഷറാണ്. പിന്നെ ഒരു തോക്കുണ്ട്. പിന്നെ അവിടെ ചെറിയ ബോട്ടിൽ പോലത്തെ 2 കാണുന്നില്ലേ, അതാണ് എയർ പിസ്റ്റൽ എന്ന് പറയുന്നത്. നമ്മളെവിടെയെങ്കിലും കുടുങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ അത് തുറന്നു കഴിഞ്ഞാൽ മറ്റേ പുക പോവും. നമ്മളിങ്ങനെ ചുവന്ന കളറിലുള്ള പുക മുകളിലോട്ടേക്ക് പോയിട്ട് നമ്മളെ ഡയറക്ഷൻ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. തൊട്ടപ്പുറം തന്നെ ഉള്ളത് ഓക്സിജൻ ബോട്ടിലാണ്. അതിൻ്റെ പ്രഷർ ഗേജൊക്കെ കാണുന്നില്ലേ. ആ കാലത്തെ ഓക്സിജൻ ബോട്ടിൽ ഫ്ലൈറ്റിൽ നിർബന്ധമായിട്ട് വെക്കുന്നുണ്ട്, ആർക്കെങ്കിലും എന്തെങ്കിലും അസുഖമോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ. പിന്നെ ഇതാണ് ഈ ബ്ലാക്ക് ബോക്സ് എന്ന് പറയുന്ന സംഭവമില്ലേ നമ്മൾ എയർക്രാഫ്റ്റിൻ്റെ, ഈ ഓറഞ്ച് കളറിലാണ് ഉണ്ടാനിത്. പൊതുവേ ബ്ലാക്ക് ബോക്സ് എന്നാണ് ഇതിന് പേര് വരുന്നത്. നമ്മൾ എയർക്രാഫ്റ്റിന് സംസാരിക്കുന്ന നമ്മളുടെ സംസാരവും കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്യുന്ന സംഭവമാണിത്. പിന്നെ കോക്പിറ്റിൽ നിന്ന് സംസാരിക്കുന്നത് മെയിനായിട്ട് റെക്കോർഡ് ചെയ്യുന്നത്. പിന്നെ ഉള്ളത് ഒരു ലൈഫ് ജാക്കറ്റ് ഇട്ട് അവിടെ നമ്മൾ വെള്ളത്തിലായിട്ട് മുങ്ങിപ്പോകുന്നതിന് എല്ലാ പാസഞ്ചർക്കും ഒരു ലൈഫ് ജാക്കറ്റ് നിർബന്ധമാണ്. പിന്നെ ട്രാൻസ്മീറ്ററാണിത്. ഈ ട്രാൻസ്മീറ്റർ വെച്ചിട്ട് അവർക്ക് നമ്മളെ കണ്ടെത്താൻ പറ്റും. ഇതൊന്നൊരു റേഡിയോ ഫ്രീക്വൻസി പോയിട്ട് ആ ഫ്രീക്വൻസിയിൽ അറിയാൻ പറ്റും ഇങ്ങനെ ഒരു ഫ്രീക്വൻസി വരുന്നുണ്ടെന്നുള്ളത്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മളെ കണ്ടുപിടിക്കാൻ പറ്റും. പിന്നെ റൈറ്റ് സൈഡിൽ 2 ടോർച്ചാണുള്ളത്. നമുക്ക് വന്ന് ഇതിനെ യൂസ് ചെയ്യുന്ന ടോർച്ചാണെന്ന് അറിയില്ല, ആ സമയത്ത് യൂസ് ചെയ്യുന്ന ടോർച്ചാണ്. പിന്നെ ഇത്രയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഒരു എയർക്രാഫ്റ്റിൽ. പൊതുവേ നമ്മളിപ്പം കാണുന്നത് 1930 കാലഘട്ടത്തിലുള്ള ഒരു ഫ്ലൈറ്റ് ആൻഡ് എഞ്ചിനാണ്. ഈ ബ്ലേഡാണല്ലോ പ്രൊപ്പല്ലർ എന്നാണ് പറയുക ഈ ബ്ലേഡിന്. പിന്നെ എഞ്ചിനാണിത്. ഇങ്ങനെയാണ് ഇതിൻ്റെ ബാക്ക് വശത്തുള്ള എഞ്ചിൻ്റെ രൂപം. ചെറിയൊരു മാറ്റങ്ങളൊക്കെ ഇതിന് വരുത്തിയിട്ടുണ്ട് 1940 കാലഘട്ടത്തിൽ. പിന്നെ ഇപ്പം വർക്കിംഗ് കണ്ടീഷനിലാണുള്ളത്, റൊട്ടേഷൻ ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട് സംഭവം. 450 ഹോഴ്സ് പവറാണ് ഇതിൻ്റെ എഞ്ചിൻ്റെ പവർ. അപ്പോൾ നമ്മളിപ്പം കാണുന്ന ഒരു നോർമൽ ഫ്ലൈറ്റിൻ്റെ ഒരു എഞ്ചിൻ്റെ മോഡലാണ്. ഇപ്പോൾ നമ്മൾ എഞ്ചിൻ ഓണായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കിൽ കണ്ടോ കുറേ ബ്ലേഡ് ഉണ്ട് ഇങ്ങനെ കറങ്ങുന്നത്. പിന്നെ അതിൻ്റെ ബാക്ക് വശം കാണാം നമുക്ക് ഇതേ രീതിയിലുള്ളത്.